ഹോം പ്ലസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ വീടുകളിൽ ഉപയോഗിക്കുന്നവരും ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. വേനൽക്കാലത്തെ ചൂടകറ്റാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഫ്രിഡ്ജുകളെയാണ്. അതിനാൽ തന്നെ KSEBയുടെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിരിക്കുകയാണ്. നമ്മൾ ഒരു റെഫ്രിജറേറ്റർ തിരഞ്ഞെടുക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം വലിപ്പമുള്ളതും ഊർജ്ജക്ഷമത കൂടിയതുമായ റെഫ്രിജറേറ്ററുകൾ വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ വൈദ്യുതി നിരക്കിലുള്ള ലാഭം നേടാൻ സാധിക്കുകയുള്ളൂ. റെഫ്രിജറേറ്റർ വാങ്ങുമ്പോൾ ബ്യൂറോ ഓഫ് എനർജി ആൻഡ് എഫിഷ്യൻസി അഥവാ BEE സ്റ്റാർ ലേബൽ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള റെഫ്രിജറേറ്ററുകൾക്ക് കൂടുതൽ ഊർജ്ജക്ഷമതയുണ്ടാകും. 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് 165 ലിറ്റർ ശേഷിയുള്ള റെഫ്രിജറേറ്റർ മതിയാകും. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള 240 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു റെഫ്രിജറേറ്റർ വർഷം 385 യൂണിറ്റ് വൈദ്യുതിയാണ് ചിലവാക്കുന്നത്. എന്നാൽ ഇതേ സാഹചര്യത്തിൽ ഒരു 2 സ്റ്റാർ റെഫ്രിജറേറ്റർ ആണെങ്കിൽ 706 യൂണിറ്റോളം വൈദ്യുതി ഒരു വർഷം ചിലവാക്കും. ഇതേ സാഹചര്യത്തിൽ പഴയ മോഡൽ റെഫ്രിജറേറ്റർ ആണെങ്കിൽ, അതായത് സ്റ്റാർ ലേബൽ ഒന്നുമില്ലാത്ത റെഫ്രിജറേറ്റർ ആണെങ്കിൽ വർഷം 900 യൂണിറ്റോളം കറണ്ട് ഇത് ചിലവാക്കും. അതായത് സ്റ്റാറുകളുടെ എണ്ണം കൂടുന്തോറും വൈദ്യുതിയുടെ ഉപയോഗം കുറയുമെന്നർത്ഥം. എന്നാൽ കൂടുതൽ സ്റ്റാർ അടയാളമുള്ള ഫ്രിഡ്ജുകൾ വാങ്ങണമെങ്കിൽ സ്റ്റാർ കുറഞ്ഞ ഫ്രിഡ്ജുകളെക്കാൾ കൂടുതൽ തുക നൽകേണ്ടതുണ്ട്. എന്നാൽ തുക ലാഭിക്കുന്നതിനു വേണ്ടി സ്റ്റാർ കുറഞ്ഞ ഫ്രിഡ്ജുകളാണ് ഭൂരിഭാഗം പേരും വാങ്ങുന്നത്. പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൂടുതൽ തുക കൊടുത്ത് സ്റ്റാർ അടയാളം കൂടുതലുള്ള ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ വൈദ്യുതി ഉപയോഗം അതിലൂടെ ലാഭിക്കാൻ സാധിക്കും. അതായത് ഏകദേശം 3 വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്നും അധികമായി ചിലവാക്കിയ തുക വൈദ്യുതി ബില്ലിൽ കുറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാർ അടയാളം കൂടുതലുള്ള ഫ്രിഡ്ജുകൾ എടുക്കണമെന്ന് നിർദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം മറ്റു ചില നിർദ്ദേശങ്ങളുമുണ്ട്. റെഫ്രിജറേറ്ററിന് ചുറ്റും വായു സഞ്ചാരം ഉറപ്പാക്കുക. ഇതിനായി ഭിത്തിയിൽ നിന്നും 4 ഇഞ്ചെങ്കിലും അകലമുണ്ടായിരിക്കണം. റെഫ്രിജറേറ്ററിന്റെ വാതിൽ ഭദ്രമായി അടഞ്ഞിരിക്കണം. ഇതിന്റെ വാതിലിലുള്ള റബ്ബർ ബീഡിംഗ് കാലാകാലം പരിശോധിച്ച് പഴക്കം ചെന്നതാണെങ്കിൽ മാറ്റണം. ആഹാര സാധനങ്ങൾ ചൂടാറിയതിനു ശേഷം മാത്രം റെഫ്രിജറേറ്ററിൽ വയ്ക്കുക. എടുത്തു കഴിഞ്ഞാൽ തണുപ്പ് മാറിയതിനു ശേഷം മാത്രം ചൂടാക്കുക. കൂടെ റെഫ്രിജറേറ്റർ തുറക്കുന്നത് ഊർജ്ജനഷ്ടമുണ്ടാക്കും. അതിനാൽ ആവശ്യത്തിന് മാത്രം റെഫ്രിജറേറ്റർ തുറക്കാൻ ശ്രദ്ധിക്കുക. റെഫ്രിജറേറ്റർ കൂടുതൽ നേരം തുറന്നിടുന്നത് ഒഴിവാക്കാനായി ആഹാര സാധനങ്ങൾ അടുക്കോടെയും ചിട്ടയോടെയും ഒരു നിശ്ചിത സ്ഥാനത്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാലാവസ്ഥ അനുസരിച്ചും ഉള്ളിലെ സാധനങ്ങളുടെ അളവനുസരിച്ചും തെർമോസ്റ്റാറ്റ് ക്രമീകരിക്കണം. റെഫ്രിജറേറ്ററിൽ ആഹാര സാധനങ്ങൾ കുത്തി നിറച്ചുപയോഗിക്കുന്നത് വൈദ്യുതി ചെലവ് കൂട്ടും. മാത്രമല്ല, ഇങ്ങനെ ചെയ്യുന്നത് റെഫ്രിജറേറ്ററിനകത്തെ തണുത്ത വായുവിന്റെ സുഗമമായ സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുന്നതിനാൽ ആഹാര സാധനങ്ങൾ കേടാകുകയും ചെയ്യും. ആഹാര സാധനങ്ങൾ അടച്ചു മാത്രം റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക. ഇത് ഈർപ്പം റെഫ്രിജറേറ്ററിനകത്ത് വ്യാപിക്കുന്നത് തടയുകയും തന്മൂലമുള്ള വൈദ്യുതി നഷ്ടം ഒഴിവാക്കുകയും ചെയ്യുന്നു. ഫ്രീസറിൽ ഐസ് കൂടുതൽ കട്ട പിടിക്കുന്നത് ഊർജ്ജനഷ്ടമുണ്ടാക്കും. അതിനാൽ നിർമ്മാതാവ് നിർദ്ദേശിച്ചിട്ടുള്ള സമയക്രമത്തിൽ തന്നെ ഫ്രീസർ ഡീഫ്രോസ്റ്റ് ചെയ്യുക. KSEBയിൽ നിന്നും വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസുകളാണിത്. എല്ലാവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക.